കാരണം ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട് കാസ്റ്റിംഗ് കോളും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നു. AI ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു. ഈ പെൺകുട്ടിയുടെ തന്നെ മറ്റു പലതരത്തിലുള്ള ചിത്രങ്ങൾ വേണ്ടി വന്നാൽ നാളെ ആ അക്കൗണ്ട് വഴി വന്നു എന്നിരിക്കും. അന്നേരത്തെ നമ്മുടെ കേരള പോലീസ് എന്ത് ചെയ്യും? ഈ പെൺകുട്ടികളുടെ മാനനഷ്ടത്തിന് അവർ ഉത്തരവാദിത്തം പറയുമോ? അത് പോട്ടെ, ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ വല്ല ഈ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ നാളെ ഈ പെൺകുട്ടി അതിന് ഉത്തരവാദിത്തം പറയേണ്ട വരത്തില്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഒന്നും ഡേറ്റാസിന് ഒരു സുരക്ഷയുമില്ല കേരളത്തിൽ എന്ന് ഇതിനകത്തുകൂടി മനസ്സിലാവും. കാരണം എന്റെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ട്, അതൊന്ന് പൂട്ടിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൈബർ സെല്ലിനെ ഒരു വ്യക്തി ഫിസിക്കലായിട്ട് എന്ന് സകല രേഖകളും ഹാജരായിക്കൊണ്ട് ആവശ്യപ്പെട്ടിട്ടും അതിന് നമ്മുടെ സൈബർ സെല്ല് തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സൈബർ സെല്ല് എത്രത്തോളം പരാജയമാണ്, എത്രത്തോളം കഴിവ് കെട്ടവരാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അവരെ കൊണ്ട് പറ്റും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ തെറി വിളിക്കുന്നത്. അത് കോൺഗ്രസിന്റെ CPM-ന്റെ രാഷ്ട്രീയ നേതാക്കളെ തെറി വിളിക്കുന്നവരെ പിടിച്ചകത്തിടാണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അകത്തിടക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ കേരള പോലീസിന്റെ സൈബർ സെല്ല് സടകുടഞ്ഞ് എഴുന്നേക്കും. MRC ഷമീർ, അതേപോലെ തന്നെ ജാസി, അവരെല്ലാം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അവരെല്ലാം ഡൽഹിയിലുണ്ട്, നിരന്തരം വീഡിയോ ഇടുന്നുണ്ട്. കേരള പോലീസിന്റെ കണക്കിൽ അവർ ഒളിവിലാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. തട്ടിപ്പുകൾ പലവിധമാണല്ലോ. മഞ്ജുഷ മാർട്ടിൻ ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ഒരു സീരിയൽ താരമാണ്. കഴിഞ്ഞ ദിവസം മഞ്ജുഷ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ച ഒരു വീഡിയോ ഒരു തട്ടിപ്പിന്റെ തുടക്കമാണോ എന്നൊരു സംശയം എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാനും നാളുകൾക്ക് മുൻപ് ഡിസേബിൾ ആയി വരുന്നു. അത് റിക്കവർ ആയി കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവർ ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചായിട്ട് കാണാനില്ലല്ലോ എന്ന്. അതെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോയൊരു പീരീഡായിരുന്നു. ഫിസിക്കൽ സ്ട്രഗിൾസ് മീൻസ് ഹെൽത്ത് ഇഷ്യൂസും, മെൻ്റൽ സ്ട്രഗിൾസ് മീൻസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. എൻ്റെ വിശ്വാസമാണ് ഇത് ഇത്രയും ടഫ് ടൈംസിലും ഞാൻ ഹാപ്പി ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ യേശുവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാത്തിരുന്ന സന്തോഷ വാർത്ത എന്നെ തേടി എത്തിയത്. അങ്ങനെ February 14 ഡിസേബിൾഡ് ആയപ്പോൾ അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവറായി വന്നിരിക്കുകയാണ്. അതിന് ആദ്യം തന്നെ ഞാൻ താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത് സൈബെക്സ് ഡിജിറ്റൽ ടീമിനോടാണ്. കാരണം ഞാൻ ഇത് പോയപ്പോൾ ഇത്രയും മാസങ്ങളോളം ഞാൻ പലരെയും കോൺടാക്ട് ചെയ്ത് നോക്കി, പല വഴികളും നോക്കി, ഏൽപ്പിച്ച ചിലർക്കൊന്നും എടുത്തു തരാൻ പറ്റിയില്ല. അങ്ങനെയാണ് സൈബെക്സ് വരുന്നത്. അപ്പോൾ അവർ എന്നോട് 45 days ആണ് ടൈം പീരീഡ് ചോദിച്ചത്. അവരെ ഏൽപ്പിച്ച് 3ാമത്തെ ദിവസം രാവിലെ എനിക്കൊരു കോൾ വരികയാണ്, അക്കൗണ്ട് റിക്കവർ ആയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. എന്നെപ്പോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണ്. പൈസ കൊടുത്താലും സാരില്ല, അക്കൗണ്ട് കിട്ടണം എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സൈബെക്സ് ടീമിനെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് 3 ദിവസം കൊണ്ട് കിട്ടിയത് എൻ്റെ ഇഷ്യൂ അക്കൗണ്ട് ഇൻറ്റഗ്രിറ്റി ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കണ്ടീഷനും ഇഷ്യൂവും അതിൻ്റെ ഡെത്തൊക്കെ അനുസരിച്ചിരിക്കും ആ റിക്കവറി ആയിട്ട് വരുന്ന ടൈം പീരീഡ് കേട്ടോ. ഇങ്ങനെ ഒരു അക്കൗണ്ട് പോകുമ്പോൾ എത്രത്തോളം നമ്മൾ മാനസികമായിട്ട് വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി അത്രയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് ഒരു വട്ടം പോലും എനിക്ക് എന്തായി എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല. അത്രയും ജെന്യുവിൻ ആയിട്ടുള്ള ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ്. ഈ ഒരു വിഷമത്തിൽ നിൽക്കുന്നവരാണ്, ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും അവർ അത്രയും അടിപൊളിയായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്താലും പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പാഠങ്ങൾ ഞാൻ ഈ കുറച്ച് നാൾ കൊണ്ട് പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവുക, നേട്ടം വരുമ്പോൾ ഓവറായിട്ട് ഹാപ്പി ആവുക, അങ്ങനെ ഇല്ല. ലൈഫ് എപ്പോഴും മരിക്കുന്നവരെ ഒരേപോലെ ജീവിച്ച് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഞാൻ ഈ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്ന ഉടനെ തന്നെ എൻ്റെ പേരിൽ ഞാനാണെന്നും പറഞ്ഞ് മഞ്ജു അച്ചുകുട്ടി എന്ന് പറഞ്ഞ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് എനിക്ക് ഇൻസ്റ്റാഗ്രാം എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ കുറേ ഞാൻ വഴികൾ നോക്കി. എന്നെ ഒരുപാട് ഫ്രണ്ട്സ്, എല്ലാവരുടെയും പേര് പറഞ്ഞ ഒരുപാട് പേര്, അത്രയും ഞാൻ അവരോടൊക്കെ അത്രയും കടപ്പെട്ടിരിക്കുന്നത്. ടഫ് ടൈംസിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്, ജെന്യുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ്. അങ്ങനെ കുറേ പേര് എനിക്ക് കിട്ടി, നല്ല അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടോ. അവരൊക്കെ റിയാക്ട് ചെയ്തു. ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തു, കുറേ കാര്യങ്ങൾ ഞാൻ ആക്ഷൻസ് എടുത്തിട്ടും ബാനായി പോവും. നെക്സ്റ്റ് ഡേ തന്നെ ആ അക്കൗണ്ട് റിയാക്റ്റീവ് ആവണം. അത് ഞാനല്ല, ഞാൻ ഇവിടെ ടാഗ് ചെയ്തിട്ടേക്കാൻ പറ്റുന്ന എല്ലാവരും ആ അക്കൗണ്ട് ഒന്ന് റിപ്പോർട്ട് അടിച്ച് കളയുക. ഞാൻ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യം തന്നെ എന്നെയാണ് ബ്ലോക്ക് ചെയ്തിട്ടേക്കണം. അതുകൊണ്ട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്നും അക്കൗണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ചെയ്ത ആളോട് പറയാനുള്ളത്, ദൈവത്തോർത്ത് ഇങ്ങനെ ഒരു കാര്യം ആരോടും ചെയ്യരുത്. നമ്മുടെ ഐഡന്റിറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു വീഡിയോ ഇട്ടാൽ പോലും എനിക്ക് കുഴപ്പമില്ല. ഇത് ഞാനാണെന്നും പറഞ്ഞ് എൻ്റെ കുറെ വെച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോസ് കുറെ പേർക്ക് ഞാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക, വീഡിയോ ചോദിക്കുക, കാസ്റ്റിംഗ് കോൾ നടത്തുക, ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് ചെയ്യുന്നത്. പറ്റുമെങ്കിൽ ഇപ്പോഴെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. സോ ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇവരുടെ അഡ്വക്കേറ്റ് മഞ്ജുഷ മാർട്ടിൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാനും നാളുകളായിട്ട് ഡിസേബിൾ ആയി കിടക്കുകയായിരുന്നു. അത് റിക്കവർ ചെയ്യേണ്ടി ഇവർ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിനിടയ്ക്കാണ്
ഇവരുടെ പേരിൽ ഒരു വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരോ തുടങ്ങുകയും അതിന് നല്ല രീതിക്ക് ഫോളോവേഴ്സ് കയറുകയും അതിനകത്തുനിന്ന് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ചില സീരീസുകളിലേക്ക് കാസ്റ്റിംഗ് കോൾ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അക്കൗണ്ട് വഴി ധാരാളം ആടുകളും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ കേസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ നമ്മുടെ കേരളത്തിലെ സൈബർ സെല്ലിൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവർ നടത്തിയ പ്രൊമോഷൻ, അതായത് ഇവരുടെ അക്കൗണ്ട് റിക്കവർ ചെയ്ത് കൊടുത്ത ആ ടീമിനെ കുറിച്ച് നടത്തിയ പ്രൊമോഷനകത്ത് ഇവർ പറയുന്നുണ്ട്, പണം കൊടുത്തു കഴിഞ്ഞാൽ തന്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ ഈ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെച്ചത് നമുക്ക് കാണാം. നിങ്ങൾ വീഡിയോ നോക്കണേ. ഈ മഞ്ജുഷ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇട്ടൊരു വീഡിയോ ആണ്. കാരണം പുള്ളിക്കാരുടെ അക്കൗണ്ട് ഒന്ന് ഡിസേബിൾ ആയി പോയായിരുന്നു കുറച്ചാൾ മുന്നേ. അപ്പം പിന്നെ പുള്ളിക്കാരെ കുറച്ച് ഡിപ്രഷനിലോട്ടൊക്കെ കടന്നൊക്കെ പോയി പിന്നെ കുറെ അലഞ്ഞിരിഞ്ഞൊക്കെ നടന്നാണ് ലാസ്റ്റ് ഈ സൈബെക്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഏതൊരു ടീമിനെ പരിചയപ്പെട്ടു. അവന്മാർ പുള്ളിക്കാരുടെ അക്കൗണ്ട് റിക്കവർ ആക്കി കൊടുത്തെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. ഇറ്റ്സ് ഓക്കെ ആയിരിക്കാം. അപ്പൊ ഞാനിത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇമാർക്ക് ഈ സൈബെക്സ് ഡിജിറ്റൽ എന്ന് പറഞ്ഞ ടീമിനെ നൈസിനെയാണെന്ന് മെസ്സേജ്. കാരണം എൻ്റെ ഒരു 55,000 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഡിസേബിൾ ആയി കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇവർക്ക് മെസ്സേജ് ഇപ്പോൾ ഇവർ ഡയറക്റ്റ് എനിക്ക് വാട്സ്ആപ്പ് നമ്പർ ഇട്ട് തന്നു. ഞാൻ അതിൽ മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇവരെന്നെ ഇങ്ങോട്ട് കോൾ ചെയ്തു. ഞാൻ എടുത്തു, സംസാരിച്ചു, ഇൻസ്റ്റാഗ്രാമിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് കുറച്ച് എമൗണ്ട് ആവും എന്ന് പറഞ്ഞു. ഞാൻ എത്ര എമൗണ്ട് ആവും? ഞാൻ വിചാരിച്ച പോലെ 3,000 5,000 ഒക്കെ ആയിരിക്കും. നമ്മൾ അത്രയല്ലേ വിചാരിക്കത്തുള്ളൂ, അക്കൗണ്ട് റിക്കവർ ആക്കി എടുക്കുന്നതല്ലേ. ഇവരിടയ്ക്ക് പറഞ്ഞു 3 ലക്ഷം രൂപയാവും. 3 lakhs എടാ, 55,000 ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് റിക്കവർ ആക്കുന്നതിന് 3 lakhs. ഐ സ്റ്റിൽ ഡോണ്ട് ഗെറ്റ് ഇറ്റ് മാൻ. എടാ 3 ലക്ഷം രൂപ വേണ്ട എനിക്കൊരു 10 അക്കൗണ്ട് വിലക്ക് വാങ്ങിക്കാലോടാ തെണ്ടികളെ. സോ ഇതാണ് ഇദ്ദേഹത്തിന്റെ അനുഭവം. എനിക്ക് ആദ്യം തന്നെ മഞ്ജുഷയോട് പറയാനുള്ളത്, മഞ്ജുഷ നടത്തിയത് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, അല്ല നിങ്ങളുടെ അനുഭവം ആയിക്കോട്ടെ, അത് പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് പണം കൊടുത്താലും തന്റെ അക്കൗണ്ട് റിക്കവർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് അതിന് ഈ ഒരു ഏജൻസിയെ സമീപിച്ചാൽ മതി. അങ്ങനെ ഏജൻസിയെ സമീപിക്കാണ്ട് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് എത്ര രൂപയാണ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫീസ് ഒന്നും കൂടി പറയാനുള്ള മാന്യത ഈ മഞ്ജുഷ മാർട്ടിൻ കാണിക്കണമായിരുന്നു. അത് ഇവർ കാണിച്ചിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിങ്ങളെയൊക്കെ കണ്ട് റോൾ മോഡലാക്കി ധാരാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെയൊക്കെ അക്കൗണ്ടുകൾ ഡിസേബിൾ ആയി പോയി കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഏജൻസിയെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്ന ഏകദേശം 10,000 5,000 അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ മാക്സിമം പെട്ട ഒരു 25,000 രൂപ അത്രയൊക്കെ വരത്തുള്ളൂന്നായിരിക്കും ഓരോരുത്തരും കരുതുന്നത്. ഈ 3 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷം രൂപയൊക്കെയാണ് ഇവരുടെ പ്രതിഫലം എന്ന് അറിയുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ട്രോമ എന്ന് ആലോചിച്ച് നോക്കി. അത്രയും രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ 10 എണ്ണം വിലയ്ക്ക് വാങ്ങാം. അതിനുള്ള സൗകര്യമുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിക്ക് റീച്ചുള്ള ഒരു അക്കൗണ്ട് വേണേൽ പണം കൊടുത്ത് മേടിക്കാം. അതിനുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വില കൊടുത്ത് മേടിക്കാം. അങ്ങനെയൊക്കെ മേടിച്ച ചരിത്രമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനൽ ലോഞ്ച് ചെയ്തപ്പോൾ അവരൊരു ഫേസ്ബുക്ക് പേജ് ഉൾപ്പെടെയാണ് വിലയ്ക്ക് വാങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞിടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഞാൻ ആ ചാനലിന്റെ പേര് പറയാം, ബിഗ് ടിവിയുടെ ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് നാളുകൾക്ക് മുൻപേ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പേജാണ്. അത് വില കൊടുത്ത് വാങ്ങിയതാണ്. അതിനകത്ത് ഒരു കവർ ഫോട്ടോ വളരെയധികം ചർച്ച ചെയ്തതാണ്, നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പണം കൊടുത്ത് അക്കൗണ്ടുകൾ വാങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ പലരും വീഡിയോസ് ചെയ്യും, ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കുന്നു. അത് വലിയൊരു കെണിയാണ്. പലരും ചെന്ന് തല വെച്ചിട്ടുണ്ട്. അതായത് ഈ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിനകത്ത് ധാരാളം വീഡിയോസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവർ യൂട്യൂബിന്റെ എല്ലാ വർക്കുകളും എടുക്കും. പക്ഷെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിയുണ്ട്. ഈ മോണിറ്റൈസേഷൻ വർക്കിന് വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്ന തുക നമ്മൾ കൈമാറും. അവർ മോണിറ്റൈസേഷൻ എല്ലാം ചെയ്തു തരും. പക്ഷെ അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പേയ്മെന്റ് അത് അവർ കൊണ്ടുപോകും. അവരുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് അവർ ആ പണമായിട്ട് പോയിട്ട് ശേഷം പിന്നീടായിരിക്കും നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെ പണം പോയ നിരവധി ആളുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ മഞ്ജുഷ മാർട്ടിൻ പറയുന്നുണ്ട്, അവരുടെ ഒറിജിനൽ അക്കൗണ്ട് പോയതിന് തൊട്ട് പിന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് വന്നു. ആ ഒരു അക്കൗണ്ട് വന്നപ്പോഴത്തേക്ക് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈബർ സെല്ലിനെ സമീപിച്ചപ്പോൾ അവിടെ നിന്നുണ്ടായ റെസ്പോണ്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് എന്ത് ഉത്തരവാദിത്തമാണ് ഈ സംസ്ഥാനത്തുള്ളത്. കാരണം ഒരു പെൺകുട്ടിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട് കാസ്റ്റിംഗ് കോളും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നു. AI ഉപയോഗിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു. ഈ പെൺകുട്ടിയുടെ തന്നെ മറ്റു പലതരത്തിലുള്ള ചിത്രങ്ങൾ വേണ്ടി വന്നാൽ നാളെ ആ അക്കൗണ്ട് വഴി വന്നു എന്നിരിക്കും. അന്നേരത്തെ നമ്മുടെ കേരള പോലീസ് എന്ത് ചെയ്യും? ഈ പെൺകുട്ടികളുണ്ടാകുന്ന മാനനഷ്ടത്തിന് അവർ ഉത്തരവാദിത്തം പറയുമോ?
അത് പോട്ടെ, ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ വല്ല ഈ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തി കഴിഞ്ഞാൽ നാളെ ഈ പെൺകുട്ടി അതിന് ഉത്തരവാദിത്തം പറയേണ്ട വരത്തില്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഒന്നും ഡേറ്റാസിന് ഒരു സുരക്ഷയുമില്ല കേരളത്തിൽ എന്ന് ഇതിനകത്തുകൂടി മനസ്സിലാവും. കാരണം എന്റെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ട്, അവിടുന്ന് പൂട്ടിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൈബർ സെല്ലിനെ ഒരു വ്യക്തി ഫിസിക്കലായിട്ട് എന്ന് സകല രേഖകളും ഹാജരായിക്കൊണ്ട് ആവശ്യപ്പെട്ടിട്ടും അതിന് നമ്മുടെ സൈബർ സെല്ല് തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സൈബർ സെല്ല് എത്രത്തോളം പരാജയമാണ്, എത്രത്തോളം കഴിവ് കെട്ടവരാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അവരെ കൊണ്ട് പറ്റും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ തെറി വിളിക്കുന്നത്. അത് കോൺഗ്രസിന്റെ CPM-ന്റെ ഒക്കെ രാഷ്ട്രീയ നേതാക്കളെ തെറി വിളിക്കുന്നവരെ പിടിച്ചകത്തിടാണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അകത്തിടക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ കേരള പോലീസിന്റെ സൈബർ സെല്ല് സടകുടഞ്ഞ് എഴുന്നേക്കും. MRC ഷമീർ, അതേപോലെ തന്നെ ജാസി, അവരെല്ലാം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അവരെല്ലാം ഡൽഹിയിലുണ്ട്, നിരന്തരം വീഡിയോ ഇടുന്നുണ്ട്. കേരള പോലീസിന്റെ കണക്കിൽ അവർ ഒളിവിലാണ്. സൈബർ സെല്ലിന് വേണമെങ്കിൽ ഈസി ആയിട്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ലൊക്കേഷൻ, ആ വീഡിയോയുടെ IP അഡ്രസ് വെച്ച് ട്രേസ് ഔട്ട് ചെയ്ത് അവിടുത്തെ പോലീസിനെ ഇൻഫോം ചെയ്ത് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ചെയ്യില്ല. നമ്മുടെ കേരള പോലീസിന് അതിന് സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരുടെയും സുരക്ഷ ഈ കേരള പോലീസിനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന തുലാസിലാവും. അതുള്ള കാര്യം ഞാൻ പറയാം. പറ്റുന്നവരൊക്കെ കോടതിയിൽ പോവുക. എനിക്ക് മഞ്ജുഷ മാർട്ടിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി കോടതി വഴി പോലീസിനൊരു നിർദ്ദേശം കൊടുപ്പിക്കണം. നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ, നിങ്ങൾക്ക് ബാർ കൗൺസിലിനൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അല്ലാതെ നമ്മുടെ കേരള പോലീസ് മലമറിക്കുമെന്ന് കരുതി കാത്തിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നാളെ ചിലപ്പോൾ ആ അക്കൗണ്ട് വഴി നിങ്ങളുടെ മറ്റ് പലതരത്തിലുള്ള ചിത്രങ്ങളും ഇവന്മാർ പോസ്റ്റ് ചെയ്തെന്ന് വരും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഓക്കെ എന്നാ ബൈ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതേപോലെ തന്നെ മഞ്ജുഷ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസർമാരോട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. നിങ്ങളൊരു പ്രൊമോഷൻ അത് എന്തിൻ്റെയും ആയിക്കോട്ടെ, അത് നടത്തുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള ജെനുവിനിറ്റി കീപ്പ് ചെയ്യാണ്ട് മറക്കരുത്. ശരിയാണ്.